നമ്മൾ നേരെ പോകുന്നത് എറണാകുളത്തേക്കാണ്. മധ്യമേഖലയിൽ എറണാകുളത്ത് ഏത് രീതിയിലാണ് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിന് ഒരുങ്ങുന്നതെന്നറിയാൻ അർച്ചന വിനോദാണ് കൂടെ ചേരുന്നത്. അർച്ചന, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് നിഷ. പറയൂ, എങ്ങനെയാണ് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകളുടെ ഒരുക്കങ്ങൾ? നിഷ, രാജ്യമൊട്ടാകെ 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ കൊച്ചിയിലും വിപുലമായ ആഘോഷങ്ങളാണ് നടക്കാൻ പോകുന്നത്. കൊച്ചി കാക്കനാട് പരേഡ് ഗ്രൗണ്ടിലാണ് ഇന്ന് ജില്ലാതല ആഘോഷങ്ങൾ നടക്കുന്നത്. മന്ത്രി പി രാജീവാണ് പതാക ഉയർത്തുക. 8:30 ഏകദേശം ഈ പ്ലറ്റൂണുകളെല്ലാം തന്നെ അണിനിരക്കും. അതിനുശേഷം മന്ത്രി പി രാജീവ് പരേഡിനെ അഭിസംബോധന ചെയ്യുകയും പതാക ഉയർത്തുകയും ചെയ്യും. മാത്രമല്ല, കൊച്ചിയിൽ പരേഡ് ഗ്രൗണ്ടിൽ മാത്രമല്ല, നേവിയുടെ ഭാഗമായിട്ടും വിപുലമായ ആഘോഷ പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അവിടെ കേന്ദ്രമന്ത്രി എത്തിയിട്ടായിരിക്കും പതാക ഉയർത്തുക. അത്തരത്തിൽ കൊച്ചിയുടെ വിവിധ ഈ വകുപ്പുകളും മറ്റ് ആസ്ഥാനങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ വിപുലമായ റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. ഒപ്പം ഈ പരേഡ് ഗ്രൗണ്ടിൽ ഏകദേശം 20-ലധികം ഈ വകുപ്പുകളുടെയും ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഒക്കെ പ്ലറ്റൂണുകളാണ് അണിനിരക്കാൻ പോകുന്നത്. വിവിധ വിദ്യാർത്ഥികളുടെ സംഘടനകൾ, ഒപ്പം വിവിധ സുരക്ഷാ സേനയുടെ വകുപ്പുകൾ തുടങ്ങി 20-ലധികം പ്ലറ്റൂണുകൾ കാക്കനാട് പരേഡ് ഗ്രൗണ്ടിൽ നടക്കും. ഇവരുടെ പരേഡ് മന്ത്രി പി രാജീവ് പരിശോധിക്കും. ശേഷം ആയിരിക്കും മന്ത്രി മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കുക. 9 മണിയോടെയാണ് മന്ത്രി പി രാജീവ് പതാക ഉയർത്തുക. 9 മണിയോടുകൂടി തന്നെ നേവിയുടെ ആസ്ഥാനത്തും പതാക ഉയരും. ഇങ്ങനെ വിപുലമായ ആഘോഷങ്ങളാണ് കൊച്ചിയെ സംബന്ധിച്ച് ഇന്ന് അല്പസമയത്തിനുള്ളിൽ നടക്കാൻ പോകുന്നത്. വിനിഷ. ശരി, എറണാകുളത്ത് നിന്ന് കൊച്ചിയിൽ നിന്ന് അർച്ചന വിനോദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഏതായാലും സംസ്ഥാനത്തെമ്പാടും വിപുലമായ ആഘോഷ ചടങ്ങുകളാണ് റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി ഒരുക്കിയിട്ടുള്ളത്.